ഇതെൻ്റെ പറമ്പൊക്കെ ഒന്ന് വളപ്പ് ഒക്കെ ഒന്ന് ലെവലാക്കലും വൃത്തിയാക്കലാണ്. അപ്പോൾ ഇതെല്ലാം ആൾക്കാരെ വിളിച്ച് ചെയ്യണമെങ്കിൽ സമയം കുറേ എടുക്കും. പിന്നെ നമ്മൾ അവരെ കാവൽ നിൽക്കണം. ഇതൊന്നും വേണ്ട. ഈ ഹിറ്റാച്ചിയുടെ ഉള്ളിൽ കയറാം. എന്നിട്ട് നമ്മൾ അതിൽ മീറ്റർ ഉണ്ട്, അത് റീഡിങ് നമ്മളൊരു ഫോട്ടോ എടുത്താൽ മതി, അല്ലെങ്കിൽ എഴുതിയെടുക്കുക. ഇപ്പോഴത്തെ കാലത്ത് എഴുതാനൊന്നും പിടിക്കണ്ട. ആ മൊബൈലുണ്ടായിട്ട് ഒരു ഫോട്ടോ ക്ലിക്ക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ 16, 20 എന്നൊക്കെ നമ്പർ ഉണ്ടാവും. അത് അവർ പറഞ്ഞു തരും. ഇനി നിങ്ങൾ പോയി കിടന്നുറങ്ങ്, എപ്പോഴെങ്കിലും വരെ അതൊക്കെ ചെയ്തോ. ഇത് ഈ മെഷീൻ വർക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ പൈസ കൊടുക്കണ്ടൂ. ഇപ്പം മണിക്കൂറിന് ഒരു 1100 രൂപയാണ്. അപ്പം നമുക്ക് മറ്റേ ആൾക്കാരെ തമിഴന്മാരെയോ ബംഗാളികളോ അല്ലെങ്കിൽ മലയാളികളോ പണിക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കാവൽ നിൽക്കണം. പണി ചെയ്യുന്നുണ്ടോ ഇതൊന്നും ആവശ്യമില്ല. നമ്മൾ പണി പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് വീട്ടിൽ പോയിരിക്കുക. അപ്പം ഞാൻ കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് പറഞ്ഞു കൊടുക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പോവാം, എനിക്ക് വേറെ എന്തെങ്കിലും ജോലി ചെയ്യാം. ഇപ്പോൾ ഭാര്യ വിളിക്കാണ്ട് വന്ന് ഭക്ഷണം കഴിക്കി. ഇത് കാലത്ത് 7 മണിക്ക് വിളിക്കുന്നതല്ലേ, ഇപ്പം മണി 9 2 മണിക്കൂറായില്ലേ എന്ന് പറഞ്ഞു. കണ്ടോ, ഇതിപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് ഇളക്കി മറിച്ചിടാണ്. നമുക്ക് എന്ത് കൃഷി ചെയ്യണമെങ്കിലും മണ്ണൊക്കെ ഇളക്കി മറിച്ചിടണം. അല്ലാണ്ട് വെറുതെ കൊണ്ടായിട്ടൊരു കുഴി കുത്തിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം ഉണ്ടാവില്ല. കാരണം അതിൻ്റെയൊക്കെ വേരുകൾ ഓടണമെങ്കിൽ, വേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാഞ്ഞു പോകണമെങ്കിൽ മണ്ണൊക്കെ ഇളക്കിയിടണം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് പയർ വർഗ്ഗങ്ങൾ, അതൊക്കെ ചെറിയ വള്ളിച്ചെടികൾ, അതൊക്കെ കൃഷി ചെയ്യാനാണ്. മധുരച്ചേമ്പ്, പിന്നെ മധുരക്കിഴങ്ങ്, പിന്നെ പയർ, പാവൽ, പിന്നെ കുമ്പളം എന്നിങ്ങനെ പല സാധനങ്ങളുണ്ട്. വെറൈറ്റി സാധനങ്ങളൊക്കെ 4ഉം 5ഉം കടകളാണ് കുഴിച്ചിടുന്നത്. അപ്പോൾ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടാവശ്യത്തിന് മാത്രം ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ആ ഇളകി കിടക്കുന്ന മണ്ണിൽ നമ്മൾ കുറച്ച് ആട്ടിൻകാട്ടം ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ട് പോവാം. ഇത് വെള്ളമടിക്കുന്ന മോട്ടറാണ്. അത് വേനൽക്കാലത്ത്. ഇപ്പോൾ ഇതിന് നനയ്ക്കൊന്നും വേണ്ട, ഇതിപ്പോൾ മഴക്കാലമാണ്. അതാണ് ഈ പാളത്തൊപ്പിയും വെച്ച് നടക്കുന്നത്. അപ്പോൾ വേണ്ട, ഇതുപോലെ അങ്ങോട്ട് കളച്ചിടാം. അപ്പോൾ നമുക്ക് വെറുതെ അങ്ങനെ വടിച്ച് കൊണ്ടിട്ടാൽ മതി. ശക്തിയൊന്നും വേണ്ട ഇതിന്, വലിയ ശക്തിയൊന്നും ഇല്ലാണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടും ഉണ്ടോ. അപ്പോൾ ചെളിയൊക്കെ മണ്ണൊക്കെ ഇത് മൊട്ടി പിടിച്ചിരിക്കാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വർഷക്കാലമാണ്. അപ്പോൾ നമ്മളിത്തിരി നീളമുള്ള കൊടുവാളൊക്കെ ഉണ്ടെങ്കിൽ സുഖമാണ്. കുമ്പട്ട് മറിഞ്ഞ് കിടക്കൊന്നും വേണ്ട കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഈ നല്ല ഇനം തൈക്കളുണ്ടല്ലോ, കൃഷിഭവനിൽ പോയിട്ട് മേടിച്ചതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഓരോ ടയൽ തരും. ഓരോന്നത്തിന് 5 രൂപ 2 രൂപ അതൊക്കെ വിലയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പോയിട്ട് നട്ട് പിടിക്കാൻ നിൽക്കണ്ട. അവിടെ പോയിട്ടുണ്ടെങ്കിൽ നല്ല നല്ല തൈക്കൾ കിട്ടും. പിന്നെ ഇടയ്ക്കിട്ട് കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് അത് ഇങ്ങനെ ചെയ്താൽ മതി കണ്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ടെങ്കിലൊക്കെ ടൂർ അടിച്ച് നടക്കാമെന്ന് ആരൊന്നും പറയില്ല. അയാൾ നല്ല അധ്വാനിയല്ലേ, അയാളൊന്ന് കറങ്ങി നടന്നോട്ടെ എന്ന് പറയും. അപ്പം ഞായറാഴ്ച ദിവസം ഞാനും എൻ്റെ ഭാര്യയും കൂടിയിട്ട് എങ്ങോട്ടെങ്കിലൊക്കെ കറങ്ങി നടക്കുക, ഇങ്ങനെ ഉല്ലസിച്ച് വരും. ഇതാണ് ഞങ്ങളുടെ ജീവിതം.